ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വേൾഡ് ഹിസ്റ്ററിയിലെ നദീതട സംസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നാം നോക്കുന്നത് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. LP UP പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ വിഭാഗം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് സംസ്കാരം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു നിർദ്ദിഷ്ട കാലയളവിൽ ഒരു നിശ്ചിത ഭൂമേഖലയിൽ ഒരുമിച്ച് കാണപ്പെടുന്നത് സവിശേഷമായ രീതിയിലുള്ള ഒരു കൂട്ടം വസ്തുക്കളെയാണ് പൊതുവെ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആദിമ മനുഷ്യൻ എളുപ്പത്തിൽ ചെത്തി വെളുപ്പാക്കുന്ന പുൽമേടുകളിലാണ് പ്രധാനമായും അവരെന്ത് ചെയ്തത്, ആദ്യമായി കൃഷിയും കാര്യങ്ങളുമൊക്കെ നടത്തിയിരുന്നത്. അതുപോലെ പുൽമേടുകൾ നിറഞ്ഞ നൈൽ, യൂഫ്രട്ടീസ്, അതുപോലെ തന്നെ സിന്ധു തുടങ്ങിയ നദീതടങ്ങളിൽ ആയിരുന്നു എന്ത് ചെയ്തത്, മനുഷ്യർ പ്രധാനമായും ആഹാരത്തിനും അവരുടെ പാർപ്പിടങ്ങളും എല്ലാം എന്ത് ചെയ്തത്, കേന്ദ്രീകരിച്ചിരുന്നത്. പ്രധാനമായും ഈ പ്രദേശത്ത് എന്തായിരിക്കും, വളക്കൂറുള്ള മണ്ണും അതുപോലെ തന്നെ ധാരാളം ജലവും കന്നുകാലികളെ വളർത്താനൊക്കെ വളരെ സവിശേഷം, വളരെ സൗകര്യവും കാര്യങ്ങളും എല്ലാം ഈ നദീതട പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നദീതട സംസ്കാരങ്ങളുടെ പ്രധാനമായും ഈ നദീതടങ്ങളായിരുന്നു ഈ സംസ്കാരങ്ങളുടെയൊക്കെ ഈറ്റിലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഈ വെങ്കല യുഗത്തെ പ്രധാനപ്പെട്ട സംസ്കാരങ്ങളിൽ ഒന്നായിട്ടാണ് ഈ മെസപ്പൊട്ടേമിയ സംസ്കാരം എന്ത് ചെയ്തത്, അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റ് സംസ്കാരങ്ങളെ നമുക്ക് നോക്കുമ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും ഹാരപ്പൻ സംസ്കാരവും ഒക്കെ ഈ വെങ്കലയുഗ നദീതട സംസ്കാരങ്ങളിൽ ഉൾപ്പെടുന്ന സംസ്കാരങ്ങളാണ്. അപ്പം വെങ്കലയുഗത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗമാണ് ഈ സവിശേഷതകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഈ സംസ്കാരങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹാരപ്പൻ സംസ്കാരം നാം നോക്കുമ്പോൾ പ്രധാനമായും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരം എന്ന രീതിയിലാണ് ഹാരപ്പൻ സംസ്കാരം അറിയപ്പെട്ടിരുന്നത്. പ്രധാനമായും സിന്ധു നദീതട സംസ്കാരത്തെ എന്നും എന്ത് ചെയ്തു, സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലും ഈ സംസ്കാരം എന്ത് ചെയ്തു, അറിയപ്പെട്ടു. ഈ സംസ്കാരത്തിന് ഈ പേര് നിർദ്ദേശിച്ചതാരാണ്, സർ ജോൺ മാർഷലാണ്. ഈ ഹാരപ്പൻ സംസ്കാരത്തിന് സിന്ധു നദീതട സംസ്കാരം എന്ന പേരിൽ എന്ത് ചെയ്തത്, നിർദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം പ്രധാനമായും ഈ ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ്, സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരത്ത് ഉള്ള വിവിധ പ്രദേശങ്ങളിലായിരുന്നു ഈ സംസ്കാരം പ്രധാനമായും എന്ത് ചെയ്തത്, രൂപം കൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പ സംസ്കാരം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതിനാൽ ആണ് സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കാൻ കാരണം. ഇപ്പം ഈ സംസ്കാരത്തിൻ്റെ തലസ്ഥാനമൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, പ്രധാനമായും പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ ഉത്ഖനനം നടന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പാകിസ്ഥാനിലെ ഹാരപ്പയിലാണെന്ന് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്ഖനനം നടന്നത്. പ്രധാനമായും നാം നോക്കുമ്പോൾ ഈ മേഖലയിലെ കണ്ടെത്തിയ ഒന്ന് രണ്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രധാനമായും നമുക്ക് നോക്കുമ്പോൾ ഇവിടെ പറയപ്പെടുന്ന ഒരു പേരാണ് സർ ജോൺ മാർഷൽ. ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തുവിൻ്റെ വകുപ്പിൻ്റെ തലവനാണ് ആര്, സർ ജോൺ മാർഷൽ. അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയിൽ എന്ത് ചെയ്തു, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന കാലത്താണ് ഈ ഉത്ഖനനങ്ങളൊക്കെ നടന്നതെന്ന് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കളായി പൊതുവെ അറിയപ്പെടുന്ന ആരാണ്, ദ്രാവിഡരെയാണ് അറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 2022 UPSC ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മുഖ്യ പേരായി അറിയപ്പെടുന്നത് ഏതാണ്? അപ്പം ഹാരപ്പൻ നാഗരികതയുടെ മുഖ്യ പേരായി അറിയപ്പെടുന്നത് ഏതാണ്, നമുക്ക് നോക്കാം. ഓപ്ഷൻ നോക്കാം. ആര്യൻ നാഗരികത, അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരം, വൈദിക നാഗരികത, ഇവയെല്ലാം. അപ്പം പ്രധാനമായും ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരെന്താണ്, സിന്ധു നദീതട സംസ്കാരമാണ്. അപ്പം ഈ നാഗരികതയുടെ പേരെന്താണ്,
സിന്ധു നദീതട സംസ്കാരം എന്നും എന്ത് ചെയ്തു അറിയപ്പെട്ടു. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഹാരപ്പൻ സംസ്കാരവും സിന്ധു നദീതട സംസ്കാരവും രണ്ടും രണ്ടാണെന്ന് ചിലപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വായിക്കാത്ത ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഇതെന്താണ് രണ്ട് സംസ്കാരങ്ങളും ഒന്നാണ്. ഇത് എന്താണ് 2022 UP അസിസ്റ്റൻറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്നത് എന്താണ് ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയാം. അപ്പോൾ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേര് അറിയപ്പെടുന്നത് എന്താണ്? സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ നമുക്ക് ഈ നാഗരികതയുടെ പൊതുവെയുള്ള കാലയളവ് നാം നോക്കുമ്പോൾ എപ്പോഴാണ് 2700 BC മുതൽ അതുപോലെ തന്നെ എന്താണ് 1700 BC ബിഫോർ ക്രൈസ്റ്റ് ആയതുകൊണ്ടാണ് താഴോട്ട് പോണത്. അപ്പം ഈ 2700 BCക്കും 1700 ബിഫോർ ക്രൈസ്റ്റിനും ഇടയിലുള്ള കാലഘട്ടത്താണ് ഈ സിന്ധു നദീതട സംസ്കാരം എന്ത് ചെയ്തത് വളർച്ച പ്രാപിച്ചതും അതിൻ്റെ കാലഘട്ടം എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നതും. അതുപോലെ എല്ലാ സംസ്കാരത്തിലും ഓരോ മൃഗങ്ങളൊക്കെ പൊതുവെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നാം നോക്കുമ്പോൾ സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗമാണ് കാള. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തു, നമ്മൾ പൊതുവെ ഇണക്കി വളർത്തുന്ന ഒരു മൃഗമുണ്ട്, ഏതാണ്? നായ. അപ്പം ഇവർ ഈ നായയെ ഇണക്കി വളർത്തി എന്ന് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ സാധിക്കും. ഉപയോഗിച്ചിരുന്ന ലോഹങ്ങളാണ് ചെമ്പ്, സ്വർണം, ആയസ്നിക്, അതുപോലെ തന്നെ എന്താണ് വെങ്കല. ഇതൊക്കെ എന്താണ് ഇവർ ഉപയോഗിച്ചിരുന്ന ലോഹങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. സിന്ധു നദിയുടെ നിവാസികൾക്ക് ചെമ്പ് കിട്ടിയതായി പറയപ്പെടുന്നത് എവിടെ നിന്നാണ്? രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്നാണ് ഇവർക്ക് എന്ത് ചെയ്തത് ചെമ്പ് ലഭിച്ചതെന്ന് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ സാധിക്കും. അത് മറ്റു കാര്യങ്ങൾ നാം നോക്കുമ്പോൾ പ്രധാനമായും ഹാരപ്പൻ നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം എവിടെയാണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം എവിടെയാണത്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 2020 LP അസിസ്റ്റൻറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരമാണ് മോഹൻ ജോദാരോ. അപ്പം മോഹൻ ജോദാരോയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം. അപ്പം മോഹൻ ജോദാരോയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരമെന്ന് പൊതുവെ അറിയപ്പെടുന്നത്. അടുത്ത നമ്മൾ നോക്കുമ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെക്കുറിച്ചാണ് നാം നോക്കുന്നത്. ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. 1921 ഹാരപ്പയെ കണ്ടെത്തുന്നത്. അപ്പോൾ ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. 1921 കണ്ടെത്തുന്നത്. രണ്ടാമതായി കണ്ടെത്തുന്നത് എവിടെയാണ്? മോഹൻ ജാദോരയാണ്. 1922 ഇതെന്ത് ചെയ്യുന്നത് കണ്ടെത്തുന്നത്. അപ്പോൾ 1922 മോഹൻജാദോരോ കണ്ടെത്തുന്നത്. 1900 ഒരു വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ. ഹാരപ്പ ആദ്യം കണ്ടെത്തുന്നു, 21 കണ്ടെത്തുന്നു. 1922 എന്ത് കണ്ടെത്തുന്നു? മോഹൻജാദോരോ എന്ത് ചെയ്യുന്നു കണ്ടെത്തുന്നു. എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ നാം നോക്കുമ്പോൾ സിന്ധു നദീതട സാംസ്കാരിക കേന്ദ്രങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം മോഹൻജാദാരോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാകിസ്ഥാനാണ്. അതുപോലെ തന്നെ ലോഥാൽ അറിയല്ല, ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഗനവാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഷോർട്ടുഗായ് സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. അലംഗപ്പൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. സുത്കാജൻദോർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണ് സുത്കാജൻദോർ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പേരുണ്ട്, ഏത് ഒരു ഡയറക്ടർ, ആരാണ് അയാൾ? സർ ജോൺ മാഷനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആർക്കിയോളജിക്കൽ ഇന്ത്യയുടെ തലപ്പത്തിരുന്നപ്പോൾ, ഡയറക്ടറായിരുന്നപ്പോൾ എന്ത് ചെയ്തു?
സിന്ധു നദീതട സംസ്കാരത്തിനെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ തേടുകയും അതിനെ കണ്ടെത്തുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഖനനം നടത്തുകയും ചെയ്തു. അപ്പം ഇവിടെ എന്താണ് സിന്ധു നദീതട സംസ്കാരത്തിന് പ്രധാനമായും എന്ത് ചെയ്തു ഖനനം നടത്തുന്ന ആര്? സർ ജോൺ മാർഷലാണ്. അതുപോലെ തന്നെ മോഹൻജാദോരയിൽ ഖനനം നടത്തുന്നത് ആരാണ്? മറ്റൊരു വ്യക്തിയുണ്ട്. ആരാണ്? RD ബാനർജിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗവേഷകൻ കൂടെയുണ്ട്. ആരാണ്? ദയാറാം സാഹിനി. അദ്ദേഹം എവിടെയാണ്? ഹാരപ്പയിൽ ഉത്ഖനനം നടത്തുന്നു. എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. ഹാരപ്പൻ കേന്ദ്രങ്ങൾ ഇന്ന് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പ്രധാനമായും ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് പ്രധാനമായി സ്ഥിതി ചെയ്യുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ വ്യാപ്തി നാം നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കിപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാപിച്ചു കിടക്കുന്ന വളരെ വിശാലമായ ഒരു പ്രദേശമാണ്. അപ്പം നമ്മൾ ഇവിടെ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹാരപ്പൻ പ്രധാനമായും ഹാരപ്പ കണ്ടുപിടിക്കുന്ന എപ്പോഴാണ്? ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമായ ഹാരപ്പ കണ്ടുപിടിക്കുന്ന എപ്പോഴാണ്? 1921 കണ്ടുപിടിക്കുന്നത്. രണ്ടാമതായി കണ്ടുപിടിക്കുന്ന എവിടെയാണ്? മോഹൻജാദാരോ കണ്ടുപിടിക്കുന്ന എപ്പോഴാണ്? 1922 കണ്ടുപിടിക്കുന്നത്. അപ്പം ആര് ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് സിന്ധു നദിയുടെ സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തുന്നത്? സർ ജോൺ മാർഷൽ ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നാം നോക്കുമ്പോൾ മോഹൻജാദാരോ ഇന്നെവിടെയാണ്? പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദിയുടെ പ്രദേശമാണ് മോഹൻജാദാരോ എന്ന് പറയുന്നത്. പ്രധാനമായും പരീക്ഷയ്ക്കൊക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് വരുന്നുണ്ട്. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന പ്രദേശം, മരിച്ചവരുടെ കുന്ന് എന്നർത്ഥം വരുന്ന പ്രദേശം എവിടെയാണ് കാണപ്പെടുന്നത്? മോഹൻജാദാരോയിലാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന പ്രത്യേകതകൾ നാം നോക്കുമ്പോൾ ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും മികച്ച അയക്കുചാൽ സമ്പ്രദായം ഇതെല്ലാം കൊണ്ട് വ്യത്യസ്തമായ ഒരു സിന്ധു നദീതട സംസ്കാര പ്രദേശമാണ് ഇതെന്ന് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ദ ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന മഹാസ്നാനഘട്ടം. മോഹൻജോദാരോയിൽ നിലനിന്നിരുന്ന പ്രശസ്തമായ നിർമ്മിതികളിലൊന്നാണ് ഈ ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന മഹാസ്നാന ഘട്ടം. അതുപോലെ തന്നെ മരിച്ചവരുടെ കുന്ന് ഇതെല്ലാം മോഹൻജാദാരോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പ്രതിമയും പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമയെല്ലാം ഈ പ്രദേശത്ത് നിന്ന് എന്ത് ചെയ്തു കണ്ടെത്തിയതാണ്. മോഹൻജാദാരോയിൽ ഈ പ്രദേശങ്ങളെല്ലാം കണ്ടെത്താൻ വേണ്ടി ഉത്ഖനനം നടത്തിയ വ്യക്തി നമ്മൾ പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞതാണ്. ആരാണ്? RD ബാനർജിയാണ് ഇതിനെല്ലാം ഉത്ഖനനം നടത്താൻ വേണ്ടി നേതൃത്വം നൽകുന്നത്. മോഹൻജാദാരോയിൽ ഏറ്റവും വലിയ കെട്ടിടം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ധാന്യപുരയാണ്. ലോകത്തിലാദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം നിലവിൽ വന്നതും മോഹൻജാദാരോയിലാണ്. അപ്പം ലോകത്തിലാദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം നിലവിൽ വന്ന എവിടെയാണ്? മോഹൻജാദാരോയിലാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാവുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. മോഹൻജാദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട എന്നിവയുടെ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2022 NCA വേക്കൻസിയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. LPS മോഹൻജാദാരോ ഹാരപ്പയുടെ തലസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് കേന്ദ്രങ്ങളും അവയുടെ നദീതീരങ്ങളും ഒക്കെ പൊതുവേ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ലോഥാളാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. ലോഥാൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് ലോഥാൾ സ്ഥിതി ചെയ്യുന്നത്. സാബർമതി നദിക്കും അതുപോലെ തന്നെ പോഷക നദിയായ ഫൊങ്കോവയ്ക്കും ഇടയിലായി കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രമാണ് ലോഥാൾ. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ പ്രധാനപ്പെട്ട തുറമുഖ നഗരം എന്നറിയപ്പെടുന്നതാണ് ഈ ലോഥാൾ. അതുപോലെ തന്നെ തുറമുഖമാകുമ്പോൾ പൊതുവെ അവിടെ കപ്പൽ
ശാല കണ്ടെത്തിയ നദീതട സംസ്കാര കേന്ദ്രമാണെന്ത് ലോഥൽ. അതുപോലെ തന്നെ എന്താണ് പാണ്ഡകശാലയും വ്യാപാരികളുടെ ഭവനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തി ഭാഷയിൽ ലോഥാൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, മരിച്ചവരുടെ കുന്നെന്നാണ്. അപ്പോൾ ലോഥാൽ ഗുജറാത്തി ഭാഷയിൽ മരിച്ചവരുടെ കുന്നെന്നാണ് ലോഥാലിൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ എന്താണ് മരിച്ചവരുടെ കുന്നെന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശം പറഞ്ഞ് എവിടെയാണ്, മോഹൻജാദാരോയാണ്. മോഹൻജാദാരോ എന്താണ് മരിച്ചവരുടെ കുന്നെന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് ഗുജറാത്തി ഭാഷയിൽ എന്താണ്, പക്ഷേ അത് ഏത് ഭാഷയിലാണ്, സിന്ധി ഭാഷയിലാണ്. സിന്ധി ഭാഷയിൽ നമുക്ക് സംശയം തോന്നും, സിന്ധ് ഭാഷയെന്ന് ചോദിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മോഹൻജാദാരോ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഗുജറാത്തി ഭാഷ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ്, എവിടെയാണ്, ലോഥലാണ്. അപ്പം ലോഥലിലാണ് എന്ത് ചെയ്തത്, ഗുജറാത്തി ഭാഷയിൽ ലോഥൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, മരിച്ചവരുടെ കുന്നെന്നാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രദേശമാണ് കാലിബംഗൽ. കാലിബംഗലിൻ്റെ പ്രത്യേകത നാം നോക്കുമ്പോൾ എന്താണ്, രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ്. രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് ഏത്, കാലിബംഗൽ. അപ്പം കാലിബംഗൽ രാജസ്ഥാനിലാണ്. അപ്പം കാലിബംഗൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, കറുത്ത വളകൾ. കറുത്ത വളകൾ എന്നാണ് കാലിബംഗൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ എന്താണ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രെയിനേജ് സമ്പ്രദായം. ഡ്രെയിനേജ് സമ്പ്രദായം എന്താണ്, നിലവിൽ ഇല്ലായിരുന്ന പ്രദേശമാണ്. ഡ്രെയിനേജ് സമ്പ്രദായം നിലവിൽ ഉണ്ടായിരുന്നത് എവിടെയാണ്, മോഹൻജാദാരോയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ഡ്രെയിനേജ് സമ്പ്രദായം നിലവിൽ ഇല്ലായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചാൻഹുദാരോ ഇവിടുത്തെ മറ്റൊരു പ്രദേശമാണ്. ചാൻഹുദാരോ സിന്ധു നാഗരികതാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രദേശമാണ്. അവിടെ എന്താണ്, പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ്. അപ്പം പാകിസ്ഥാനിലെ എവിടെയാണ്, സിന്ധ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട പ്രദേശമാണ് ഇവിടെ ചാൻഹുദാരോ. പ്രധാനമായും എന്താണ്, മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണിത്. മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ്. അതുപോലെ തന്നെ എന്താണ്, സിറ്റാഡൽ അല്ലെങ്കിൽ എന്താണ് മേൽപ്പട്ടണമില്ലാത്ത ഹാരപ്പൻ നഗരമാണ് ഏത്, ചാൻഹുദാരോ. അപ്പം മേൽപ്പട്ടണമില്ലാത്ത നഗരം എന്ന പേരിലാണ് ഇത് എന്ത് ചെയ്തത്, അറിയപ്പെട്ടത്. അതുപോലെ തന്നെ രൂപാറാണ് മറ്റൊരു പ്രദേശം. ഇതെന്താണ്, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം കണ്ടെത്തുന്ന ആദ്യ സിന്ധു നദീതട കേന്ദ്രമാണ് ഏത്, രൂപാർ. രൂപാർ എവിടെയാണ്, പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബിൽ എവിടെയാണ്, രൂപങ്കർ ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്, രൂപാർ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് സംശയം വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. മനുഷ്യനോടൊപ്പം നാഴെയും അടക്കം ചെയ്ത നമ്മൾ പറയാതെ വിട്ടുപോയൊരു കാര്യമാണ്. മനുഷ്യനോടൊപ്പം നാഴെയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രമാണ് ഏത്, രൂപാർ. അപ്പം മനുഷ്യനോടൊപ്പം നാഴെയും അടക്കം ചെയ്ത പ്രദേശം എവിടെയാണ്, രൂപാർ. അതുപോലെ തന്നെ എന്താണ്, പുരുഷനോടൊപ്പം സ്ത്രീയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച എവിടെയാണ്, ലോഥാലാണ്. അപ്പം പുരുഷനോടൊപ്പം സ്ത്രീയെ അടക്കം ചെയ്തതിന് തെളിവ് ലഭിക്കുന്നത് ലോഥാലിലും, അതുപോലെ മനുഷ്യനോടൊപ്പം നാഴയെ അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിക്കുന്നത് എവിടെയാണ്, രൂപാറിലുമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സിന്ധു നദീതടവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രദേശമാണ് ധോളവീര. ധോളവീര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ പ്രദേശമാണ്. ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ഏത്, ധോളവീര. അപ്പം ധോളവീര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ദ്വീപിൽ കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശമാണ് ഏത്, ധോളവീര. അതുപോലെ തന്നെ സുദ്കാർജൻ ദോർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അത് ബലൂചിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബലൂചിസ്ഥാൻ ഫാസ്റ്റ് നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രദേശങ്ങളിലൊന്നാണ് ഏത്, സുദ്കാർജൻ ദോർ. അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ബലൂചിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി കണ്ടെത്തിയ നദീതട പ്രദേശം എന്നൊരു സവിശേഷത കൂടെ ഇതിനുണ്ട്. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് കണ്ടെത്തിയ നദീതട സംസ്കാരം എന്ന പ്രത്യേകത കൂടെ ഇതിനുണ്ട്. അതുപോലെ തന്നെ ബനവാലി മറ്റൊരു പ്രദേശമാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്,
ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിയാനയിൽ ഹിസാർ ജില്ലയിലാണ് ബനാവലി സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചതാണ് ഘഗർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്താണ് ബാർലി കൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ, അതുപോലെ തന്നെ എന്താണ് കലപ്പയുടെ കളിമൺ രൂപങ്ങൾ എന്നിവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. ഇനി അവസാനമായിട്ട് പറയുന്ന ഒരു പ്രദേശമുണ്ട്. എവിടെയാണത്? കോട്ജി. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലെ സിന്ധ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിലെ സിന്ധ് ജില്ലയിലാണ് കോട്ജി സ്ഥിതി ചെയ്യുന്നത്. കോട്ജി സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാണ്? സിന്ധു നദീതടത്തിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കോട്ജി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? നമ്മളിപ്പം കുറച്ച് ഈ നദീതട നാഗരിക കേന്ദ്രങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവ സ്ഥിതി ചെയ്യുന്ന നദീതീരങ്ങൾ, അപ്പം സിന്ധു നാഗരിക കേന്ദ്രങ്ങളും അപ്പോൾ അതിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരങ്ങളുമാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്കത് പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ പലതും മാറിയൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് നോക്കുമ്പോൾ പ്രധാനമായും നമ്മൾ നോക്കുന്നത് ഹാരപ്പയാണ്. ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? രവി നദിയുടെ തീരത്താണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഹരപ്പം പ്രദേശം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? രവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മോഹൻജാദാരോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മോഹൻജാദാരോ സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദീതട തീരത്താണ്. അതുപോലെ തന്നെ ചാൻഹുദാരോ സ്ഥിതി ചെയ്യുന്നത് സിന്ധു തീരത്താണ്. അപ്പോൾ ചാൻഹുദാരവും മോഹൻജാദാരോ സ്ഥിതി ചെയ്യുന്നത് സിന്ധു തീരത്താണ്. രൂപാർ സ്ഥിതി ചെയ്യുന്നതും സത്ലജ് നദീതീരത്താണ്. അപ്പോൾ രൂപാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സത്ലജ് ആണ്. ഗഗർ എവിടെയാണ്? ഖഗർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എവിടെയാണ്? കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത് ഖഗർ നദീതീരത്താണ്. ബനാവലി സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഖഗർ നദീതീരത്താണ്. ധോളവീര സ്ഥിതി ചെയ്യുന്നത് നദീതീരത്താണ്? ലൂണി നദിയുടെ തീരത്തായിരുന്നു ധോളവീര സ്ഥിതി ചെയ്യുന്നിരുന്നത്. അതുപോലെ അമ്രി സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു? ഏത് നദീതീരത്തായിരുന്നു? സിന്ധു നദിയുടെ തീരത്താണ്. അപ്പോൾ സിന്ധു നദിയുടെ തീരത്ത് മൊത്തം 4 വരുന്നുണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്. ഏതാണ്? കോട്ജി വരുന്നത് എവിടെയാണ്? സിന്ധു നദീതീരത്താണ്. അതുപോലെ തന്നെ അമ്രി, മോഹൻജാദാരോ, ചാൻഹുദാരോ ഇത് 4 സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? സിന്ധു നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോഥാൽ സ്ഥിതി ചെയ്യുന്നത് സബർമതിയുടെയും ഫോർട്ട് ഗോവയുടെയും സംഗമതീരത്താണ് ലോഥാൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. സുത്കാജൻദോർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ദാഷ്ട്ര നദിയുടെ തീരത്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇത് നമ്മൾ ഓട്ടിച്ച് പറഞ്ഞതാണെങ്കിലും നിങ്ങൾ നോക്കി വയ്ക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സിന്ധു നദീതീരത്തെ ഭവന നിർമ്മാണങ്ങൾ പൊതുവെ പറഞ്ഞതാണ് കുറച്ച് കാര്യങ്ങൾ. ഇവിടെ എന്താണ്? ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലാണ് പൊതുവെ എന്ത് ചെയ്തത്? ഇവിടെ വീടുകളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചിട്ടുള്ളത്. നഗരങ്ങൾ സവിശേഷതകൾ നമ്മൾ പ്രധാനമായിട്ടും പറയുമ്പോൾ എന്താണ്? ഇവിടെ ഉറപ്പുള്ള ഇഷ്ടിക ഉപയോഗിച്ചാണ് ഇവിടുത്തെ നഗരങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഇവിടെ ഭവന നിർമ്മാണത്തിലേക്ക് നാം വരുമ്പോൾ ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശത്താണ് ഇവയുടെ വീടുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ചില വീടുകൾ വ്യത്യസ്ത ഘടനയുള്ളവയാണ്. ചിലതൊക്കെ എന്താണ്? ഒറ്റമുറിയും അതുപോലെ തന്നെ എന്താണ്? ചിലതെന്താണ്? ഒന്നിലധികം മുറികളോട് ഉൾപ്പെടുന്നതാണെന്ന് എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാം. അഴുക്കുചാല് സമ്പ്രദായം പറഞ്ഞതാണ്. മോഹൻജാദാരിലൊക്കെ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ്. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ്? അഴുക്കുചാൽ നിർമ്മാണം ഈ നഗരങ്ങളുടെയൊക്കെ എന്താണ്? മറ്റൊരു പ്രത്യേകതയാണ്. വീടുകളിൽ നിന്ന് മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കി ഇരുന്നു എന്നതിൻ്റെ എന്താണ്? വളരെ വ്യക്തമായ തെളിവുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരം ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു എന്ന് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വലിയ കുളം ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ്. മോഹൻജാദാരോയിൽ നിന്ന് ഒരു വലിയ കുളത്തിൻ്റെ അവശിഷ്ടമൊക്കെ ലഭിച്ചതാണ്. ഇത് അക്കാലത്തെ ജനങ്ങളുടെ പ്രധാന വൈഭവത്തിൻ്റെ തെളിവായി എന്ത് ചെയ്യുന്നു? പൊതുവെ കണക്കാക്കുന്ന ഒരു കാര്യമാണ്. പൂർണ്ണമായും
ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് ഈ കുളങ്ങളൊക്കെ കുളങ്ങളുടെ സൈഡൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, കെട്ടിയെടുത്തിട്ടുള്ളത് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ധാന്യപ്പുരകൾ മറ്റൊരു സവിശേഷതയാണ്. ഹാരപ്പയിൽ കണ്ടെത്തിയ നാഗരിക അവശിഷ്ടങ്ങൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ ധാന്യപ്പുരകൾ. ധാന്യങ്ങൾ ഉണക്കാനും സംരക്ഷിക്കാനും ഉള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവർക്ക് കരകൗശല വസ്തുക്കളിലും തോൽക്കൂട്ടങ്ങളിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്ന് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകൾ, കളിമൺ രൂപങ്ങളുടെ പാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവയൊക്കെ കരവിരുതിന് ഉദാഹരണങ്ങളായി പറയപ്പെടുന്നു. കളിമൺ പാത്രങ്ങളിൽ അലങ്കാരപ്പണികൾ നടത്തി കളിമൺ മൃഗരൂപങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ നിർമ്മിച്ചിരുന്നു എന്ത് ചെയ്യാം മനസ്സിലാക്കാം. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ രൂപങ്ങളും വണ്ടികളുടെ രൂപങ്ങളും ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ചെമ്പ്, വെങ്കലം, സ്വർണ്ണ എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങളും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിരുന്നു എന്നെന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവരുടെ വിശ്വാസ രീതി നാം നോക്കുമ്പോൾ അവരെന്താണ്, സിന്ധു നദിയുടെ നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം എന്നറിയപ്പെടുന്ന ആരായാണ്, മാതൃദേവതയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ദൈവമെന്ന് അറിയപ്പെടുന്നത്. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകളിൽ നിന്ന് അക്കാലത്തെ ജനങ്ങളുടെ വിശ്വാസ രീതികൾ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാവുന്നതാണ്. കളിമണിൽ നിർമ്മിച്ച ധാരാളം സ്ത്രീരൂപങ്ങളും ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ ദൈവിക സങ്കല്പങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടും. അപ്പം മാതൃദേവതയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും ലഭിച്ച പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അവ ആദിമശിവൻ പ്രോട്ടോശിവയുടെ ശില്പങ്ങളാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചരിത്രകാരന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, പൊതുവെ പറയപ്പെടുന്നു. അടുത്തെന്താണ്, അവരുടെ ലിപിയും മുദ്രകളും നാം നോക്കുമ്പോൾ ഹാരപ്പൻ അഥവാ സിന്ധു നദിയുടെ സംസ്കാരത്തിന് ഏറ്റവും സവിശേഷമായ ഒരു കാര്യമാണത് ഈ ലിപികളും മുദ്രകളും. വെണ്ണക്കല്ലുകളിൽ നിർമ്മിതമായ ഇത്തരം മുദ്രകളിൽ മൃഗങ്ങളുടെ ചിത്രങ്ങളും ഇവരെ ഇത് വായിച്ചെടുക്കാൻ കഴിയാത്ത ചില ചിഹ്നങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പം വെണ്ണക്കല്ലുകളാൽ നിർമ്മിതമായ ഇത്തരം മുദ്രകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ അന്നത്തെ ഭാഷ എന്ത് ചെയ്തിട്ടുണ്ട്, ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പൊതുവെ ഇവർ ഉപയോഗിച്ചിരുന്ന ലിപി നമ്മൾ പറയാൻ വിട്ടുപോയി, ഹാരപ്പൻ ലിപി എന്നറിയപ്പെടുന്ന ലിപി. അപ്പം നമ്മൾ എല്ലാ സംസ്കാരത്തിലും ഓരോ ലിപികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കും. അപ്പം ഈ ലിപി അറിയപ്പെടുന്നത്, ഇവരുടെ ലിപി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, ചിത്രലിപി എന്ന പേരിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അറിയപ്പെടുന്നത്. ഹാരപ്പൻ ലിപിയോട് ഏറ്റവും സാമ്യമുള്ള ലിപി ഏതാണ്, ദ്രാവിഡ ലിപിയാണ്. അപ്പം ഹാരപ്പൻ ലിപിയോട് ഏറ്റവും സാമ്യമുള്ള ലിപി ഏതാണ്, ദ്രാവിഡ ലിപിയാണ്. അതുപോലെ തന്നെ സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ നാം നോക്കുമ്പോൾ ഏതൊക്കെയാണ്, വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പുറമേ നിന്നുള്ളവരുടെ ആക്രമണം. അപ്പം നമ്മളിപ്പോൾ എല്ലാ ഒരു സംസ്കാരത്തിനും കുറച്ച് കാലഘട്ടത്തിന് ശേഷം തകർച്ചയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. അപ്പോൾ ഈ തകർച്ചയുടെ കാരണം നാം നോക്കുമ്പോൾ വെള്ളപ്പൊക്കം. ഇപ്പം മുമ്പൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണങ്ങളിൽ പെടാത്തത്. അപ്പം നമ്മൾ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാലേ നമുക്ക് പെടാത്ത കാരണങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പ്രധാനമായും വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, അതുപോലെ മറ്റൊരു കാര്യമാണ് വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. ഇതൊക്കെ ഇവയുടെ സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായെന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. അതുപോലെ ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്, 1700 BC ഇത് ക്ഷയിച്ചു തുടങ്ങുന്നത് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. അപ്പം
നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രൂപീകൃതമായ വർഷം എപ്പോഴാണ്? 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രൂപീകരണം നടന്നത്. ഇത് രൂപീകരിക്കാൻ മുൻകൈയെടുത്ത വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ മുൻകൈയെടുത്ത വൈസ്രോയി കാനിങ് പ്രഭു ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യകാല ആസ്ഥാനം എവിടെയാണ്? കൽക്കട്ടയാണ്. പക്ഷെ നിലവിലെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ സർവേയർ ആരാണ്? അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ് ആദ്യത്തെ സർവേയറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി. അതുപോലെ തന്നെ ഇവിടുത്തെ ആദ്യത്തെ ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ സർവേയുടെ ആദ്യത്തെ ഡയറക്ടർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇദ്ദേഹമാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിൻ്റെയൊക്കെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിന്ധു നദീകട സംസ്കാരത്തെക്കുറിച്ച് പ്രധാനമായും നിങ്ങൾ 1-2 തവണയൊക്കെ വീഡിയോ കണ്ടാലേ ഇത് മനസ്സിലാവൂ. കുറേ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ വേഗം പറഞ്ഞു പോയതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ എന്ത് ചെയ്യുക? നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വിവരങ്ങളും ആനുകാലികപരമായ മറ്റു കാര്യങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.